ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ മൊബൈൽ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ട്യൂട്ടോറിയലാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സോ ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം കാണുന്ന പരിവാഹൻ സേവ എന്നുള്ള സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു പേജുകൾ വരുവാണെങ്കിൽ അത് ഇൻറ്റു ചെയ്ത് വിടുക. ഇൻറ്റു ചെയ്തതിന് ശേഷം ലൈസൻസ് മെനു എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷൻ അതേഴ്സ് എന്ന ഭാഗത്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്രൈറ്റീരിയ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് DLNO എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. DL നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ഒറിജിനൽ ലൈസൻസിലെ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് ലൈസൻസിൽ കൊടുത്തിരിക്കുന്ന അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപ്ച ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ള സ്റ്റെപ്പാണ്. അവിടെ കൊടുത്തിരിക്കുന്ന അതേപോലെ ക്യാപ്ച ഫില്ല് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കണം, ക്യാപ്ച ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ സ്പെല്ലിങ് കറക്റ്റ് സ്മോൾ ലെറ്റർ ക്യാപിറ്റലാണെന്ന് ശ്രദ്ധിച്ചോണം. ക്യാപ്ച ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പരും മറ്റ് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ആപ്ലിക്കേഷൻ നമ്പർ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് നിങ്ങൾ ബുക്കിലോട്ടോ പേപ്പറിലോട്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ആദ്യം മുതൽ പരിവാഹൻ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലൈസൻസ് മെനു എന്ന ഭാഗത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഓപ്ഷനിൽ 4ാമതായി കിടക്കുന്ന പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നമ്മുടെ ഒറിജിനൽ ലൈസൻസിലെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. സെലക്ട് പ്രിന്റ് ഓപ്ഷൻ എന്ന ഭാഗത്ത് PVC കാർഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒറിജിനൽ ലൈസൻസ് അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെ കാണുന്ന DL പ്രിന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇത് നിങ്ങൾ വാട്സപ്പിലിട്ടോ പ്രിന്റ് എടുത്തോ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.